ട്രാവലിസ്റ്റ് ഫാമിലിയുടെ 65ാമത്തെ രാജ്യത്തേക്കുള്ള യാത്രയാണ്. അപ്പോൾ അതിന് ത്രില്ലാണ്. ഞാനിപ്പോൾ മയാമിയിലാണ്. ഞാൻ വന്ന കാഴ്ചകളും അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ പോയി കണ്ടിട്ട് വാ. നമ്മൾ 66ാമത്തെ രാജ്യത്തേക്ക് യാത്ര തുടങ്ങണം. അങ്ങനെ ആസ് യൂഷ്വൽ പ്രാർത്ഥിച്ച് അമ്മിച്ചോട് യാത്ര പറഞ്ഞ് നമ്മളിന്ന് യാത്ര തുടങ്ങണം. ടെർസൻ കൈക്കോസിന്റെ എല്ലാ ഓർമ്മകളും ബാക്കി നിർത്തി ഇനിയും അമ്മിച്ചോട് വരാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ ദിവ്യ ചേച്ചി നമ്മളെ എയർപോർട്ടിൽ കൊണ്ടുവന്നാക്കാന്ന് പറഞ്ഞു. പോണ വഴിക്ക് നമുക്ക് ജോബി ചേട്ടൻ്റെ ഷോപ്പിൽ കയറണം. ഷോപ്പിൽ കയറി ജോബി ചേട്ടനും കൂടി ഉണ്ട് എയർപോർട്ടിലേക്ക് എന്ന് പറഞ്ഞിട്ടാ. അപ്പം അങ്ങനെ പോണ നേരത്ത് ഇവിടെ ടൂറിസ്റ്റേഴ്സിനെ എന്റർടൈൻമെന്റ് ചെയ്യാനായിട്ട് ചെറിയ കാറുകളൊക്കെ നമ്മുടെ മുമ്പിൽ കൂടെ പാഞ്ഞു പറക്കുന്നുണ്ട്. അതിനിടയ്ക്ക് നമ്മൾ ജോബി ചേട്ടൻ്റെ ഷോപ്പിലെത്തി. ഈ കാണാണ് ജോബി ചേട്ടൻ്റെ ഓട്ടോ പാർട്സ് കട കേട്ടോ. നമ്മളെന്നൊരു മലയാളി മറ്റുള്ള രാജ്യത്തൊക്കെ വന്ന് സെറ്റിൽ ആവണതിൻ്റെ ഒരു ചെറിയൊരു രൂപരേഖയാണ് നമ്മൾ ഇവിടെ കൺമുമ്പിൽ കാണുന്നത്. ശരിക്കും മലയാളി. ഹലോ, ഹൗ ആർ യു? ഐ ആം ഗുഡ്. ഹൗ ആർ യു ബ്രദർ? അങ്ങനെ കടയിൽ നിന്ന് ജോബി ചേട്ടനെ പൊക്കിയിട്ട് വേണം നമുക്ക് എയർപോർട്ടിലേക്ക് പോണെങ്കിൽ. ബൈ. പോലെ നമുക്ക് ജോബി ചേട്ടൻ്റെ കൂടെ അല്ലെങ്കിൽ ജോബി ചേട്ടൻ്റെ ഫാമിലിയുടെ കൂടെ കുറച്ച് ദിവസങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. സ്വന്തം വീട്ടിലേക്ക് പോയൊരു പ്രതിനിധിയായിരുന്നു ജോബി ചേട്ടൻ. നമ്മുടെ കട്ട സഹോദര തുല്യമായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് നമുക്ക് തന്നത്. അങ്ങനെ ടർക്സ് കൈക്കോസിലേക്ക് ഇനിയും വരണം എന്ന് പറഞ്ഞ് നമ്മൾ യാത്ര പറഞ്ഞ് നേരെ കയറാണ്. നിനക്ക് എപ്പോഴും തിരിച്ചുതരാം, തിരിച്ചുതരാം. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് വിഷസ്. ഓക്കെ, ബൈ ബൈ. ഒരുപാട് സന്തോഷങ്ങളും ഒരുപാട് ഓർമ്മകളും അവരുടെ കൂടെ എന്താ പറയുക, അടിപൊളി ദിവസങ്ങളായിരുന്നു. ഒന്നും പറയാനില്ല. ചെറിയ വിഷമത്തോടെയാണ് നമ്മുടെ യാത്ര തുടങ്ങുന്നത്. എന്നത്തെയും പോലെ നമ്മുടെ ഇന്നത്തെ യാത്രയും അമേരിക്കൻ എയർലൈൻസിലാണ്. തിരിച്ച് മയാമി പോയിട്ടാണ് നമ്മുടെ അടുത്ത രാജ്യത്തേക്കുള്ള യാത്ര. ആ രാജ്യത്തിൻ്റെ പേര് എന്ന് പറയുമ്പോൾ ലോകത്തിൽ ആകെ 2 രാജ്യങ്ങളാണ് പെണ്ണുങ്ങളെ പേരിലുള്ളൂ. അതിൽ ഒന്നെന്ന് പറഞ്ഞത് അയർലാൻഡ്, 2 എന്ന് പറഞ്ഞത് സെൻറ്റ് ലൂസിയാണ്. അതെ, കരീബിയൻ ഐലൻഡിലത്തെ അടുത്ത രാജ്യത്തേക്കുള്ള യാത്ര തുടങ്ങണം നമ്മളിവിടെ നിന്ന്. സെൻറ്റ് ലൂസിയ നമ്മുടെ 66ാമത്തെ രാജ്യം. നമ്മൾ ഇതുവരെയുള്ള രാജ്യങ്ങളൊക്കെ ക്രോസ് ചെയ്ത് അമേരിക്കയിലേക്ക് തിരിച്ചിറങ്ങി അല്ലെങ്കിൽ മയാമിൽ തിരിച്ചിറങ്ങിയിട്ടുണ്ട് നമ്മുടെ എല്ലാ യാത്രകളും. നമ്മൾ ഇതുവരെയുള്ള യാത്രകളൊക്കെ തുടങ്ങിയത് ജമൈക്കയിൽ നിന്നായാലും ബഹാമസ് നിന്നായാലും ഇപ്പോൾ ടെർക്സ് ആൻഡ് കൈക്കോസ് നിന്നായാലും നമ്മൾ അടുത്ത രാജ്യത്തേക്ക് അടുത്ത ഫ്ലൈറ്റ് എടുത്ത് മയാമി പോയി. അവിടെ നിന്നാണ് നമ്മുടെ എല്ലാ കണക്ഷൻ ഫ്ലൈറ്റും. ടെർക്സ് ആൻഡ് കൈക്കോസിൽ നിന്ന് സെൻറ്റ് ലൂസിയിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഒക്കെ ഉണ്ട്. അത് സ്വല്പം എക്സ്പെൻസീവ് ആയതുകൊണ്ടാണ് നമ്മൾ ആ ഫ്ലൈറ്റ് എടുക്കാത്തത്. നമ്മൾ ബോയിങ് വിമാനത്തിൻ്റെ 737ലാണ് മയാമിലേക്ക് പറക്കണത് കേട്ടോ. നമ്മൾ ബഹാമസിലുള്ളപ്പോഴും പറഞ്ഞു ബ്രിട്ടീഷ് എയർവേസും എയർ ഫ്രാൻസും ഒക്കെ ബഹാമസിൽ വന്ന് ഇറങ്ങുന്നുണ്ട്. എന്ന പോലെ തന്നെ ടെർക്സ് ആൻഡ് കൈക്കോസിലും അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും ഈവൻ കാനഡയിൽ നിന്നൊക്കെയുള്ള ഫ്ലൈറ്റുകളുണ്ട്, ഡയറക്റ്റ് ഫ്ലൈറ്റുകളുണ്ട്. അപ്പോൾ ആർക്കും എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് സ്വാഗതം. എനി ടൈം വെൽക്കം ടു ടെർക്സ് ആൻഡ് കൈക്കോസ്. സ്വല്പം എക്സ്പെൻസീവ് ആണ്, എന്നിരുന്നാലും കാണേണ്ട കാഴ്ചകളും കാണേണ്ട അനുഭവങ്ങളൊക്കെ ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ. നമ്മൾ വീണ്ടും വരും. നമ്മുടെ അനുഭവങ്ങളൊന്നും നമ്മൾ കണ്ടു തീർത്തിട്ടില്ല. എന്നും മയാമിലേക്ക് പോകുമ്പോൾ ഭയങ്കര സംഭവമാണെന്നൊക്കെ നിങ്ങൾ പറയാറുണ്ടെങ്കിലും ഈ യാത്രയിലേ ഞാനൊരു സംഭവം കണ്ടു. ഇതാ നിങ്ങൾ നോക്ക്, നിങ്ങൾക്ക് എന്താ തോന്നണമെന്ന് നിങ്ങൾ എന്തായാലും ഇതിൽ കമൻറ്റ് ചെയ്തോട്ടാ. ഞാൻ എൻ്റെ ഒരു ഉറക്കം കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ എൻ്റെ അപ്പുറത്തിരിക്കണത് ക്രിസ്ത്യാനോ റൊണാൾഡോ. ചിന്തിക്കാൻ പറ്റുമോ? ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. അപ്പം ഞാൻ വിചാരിച്ച് ഫ്ലൈറ്റിൽ ഞാൻ കണ്ട സ്വപ്നമാവും ഇനി. അല്ലല്ലോ, സ്വപ്നമൊന്നുമല്ലല്ലോ. എൻ്റെ അപ്പുറത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോ. ചിന്തിക്കാൻ പറ്റുമോ? ഇങ്ങനൊരു ഡിറ്റോ അല്ലെങ്കിൽ ഇങ്ങനൊരു അപരണം നമ്മൾ ഇത്രയും നാൾ യാത്ര ചെയ്തിട്ട് കണ്ടിട്ടില്ല കേട്ടാ. അമ്മാരത്തൊരു ഡിറ്റോ ആയിരുന്നു നമ്മുടെ തൊട്ടടുത്തിരിക്കണായിരുന്നു. അതുകൊണ്ട് പുള്ളിക്കാരോടൊക്കെ വർത്താനം പറഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ല. അങ്ങനെ നമ്മൾ ചെറിയൊരു സമയമുള്ള നമുക്ക് മയാമിലേക്ക് കയറി ആക്കി ഒരു 1.5 മണിക്കൂറോളം നമ്മൾ യാത്ര ചെയ്ത് നമ്മൾ മയാമിലേക്ക് ഫ്ലൈറ്റ് ഇറങ്ങണം കേട്ടോ. എന്ന് മയാമിലേക്ക് വരുമ്പോഴും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രത്യേക ഒരു സുഖം അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു എനർജി കേട്ടോ. അപ്പോൾ നമ്മുടെ സെൻറ്റ് ലൂസിയക്കുള്ള യാത്ര ഒരു ദിവസം ഗ്യാപ്പ് ഉണ്ട്. നമ്മൾ ലേ ഓവർ എന്ന് പറയുന്നത് 27 മണിക്കൂറാണ് നമ്മുടെ ലേ ഓവർ അടുത്ത ഫ്ലൈറ്റിനുള്ളത്. അപ്പോൾ ഒരു രാത്രി നമ്മൾ ഫ്ലോറിഡയിൽ അല്ലെങ്കിൽ മയാമിൽ നിന്നിട്ടാണ് പോണത്. അപ്പോൾ എവിടെ നിൽക്കണം നമ്മൾ ആലോചിച്ച് വന്നപ്പോഴാണ് നമ്മുടെ ജോബി ചേട്ടൻ നമുക്ക് ഓർമ്മ വന്നത്. ഫ്ലോറിഡയിൽ നമ്മുടെ അടുത്തൊരു സുഹൃത്താണ് ജോബി ചേട്ടൻ. ജോബി ചേട്ടന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. അത്
ചേട്ടാ ഒരു ഇമിഗ്രേഷൻ ഓഫീസർ, അത് അമേരിക്കയിലത്തെ ഒരാൾ യൂട്യൂബ് ചാനലിനെ പറ്റി ചോദിച്ചിട്ടേ ആളുടെ സണ്ണ് യൂട്യൂബറാണ്, യൂട്യൂബിൽ വീഡിയോസ് ഇടാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടേ എന്തായാലും പേടിയോടുകൂടിയാണല്ലോ നമ്മൾ എമിഗ്രേഷനിൽ നിൽക്കുക, എന്തിട്ട് താങ്ങിയാണെങ്കിലും. അപ്പോൾ അവിടുത്തെ ഇപ്പോൾ ആൾ ഭയങ്കര കാമൻ പോയിട്ടായിട്ട് ആൾ നമ്മൾ സംസാരിച്ചത് ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്. ആളുടെ മകൻ ഒരു യൂട്യൂബറാണ് അത്ര. അപ്പോൾ എന്തെങ്കിലും ട്രിപ്പൊക്കെ എനിക്ക് പറഞ്ഞുതരാന്നൊക്കെ പറഞ്ഞില്ലേ അമേരിക്ക കേട്ടോ, ആലോചിക്കാൻ പറ്റും. ഇത് ഭയങ്കര എക്സ്പീരിയൻസ് ആയി. എന്തായാലും നമുക്കിനി നമ്മളാളെ വെയിറ്റ് ചെയ്യാം കേട്ടോ. എയർപോർട്ടിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേ നമ്മൾ നമ്മുടെ ദാസന്റെയും വിജയന്റെയും കഥ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ അക്കരെ സിനിമയിലൊക്കെ നമ്മൾ മോഹൻലാലും ശ്രീനിവാസനും എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ മഞ്ഞ വണ്ടി പോകണ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ അമേരിക്കയിൽ നിന്ന് കേൾക്കുമ്പോൾ ഇന്നും മഞ്ഞ ടാക്സി, അല്ലെങ്കിൽ ന്യൂയോർക്കിൽ നിന്നൊക്കെ കേൾക്കുമ്പോൾ മഞ്ഞ ടാക്സിയിലൊന്ന് യാത്ര ചെയ്യണം, അല്ലെങ്കിൽ മഞ്ഞ ടാക്സിയിലൊക്കെ ഒന്ന് വ്ളോഗ് ചെയ്യണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ ഇന്നും നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബറും നമ്മുടെ ചങ്കനായിട്ടുള്ള ജോബി ചേട്ടൻ വരാമെന്ന് പറഞ്ഞ കാരണം നമുക്ക് ഇതിൽ ഇന്നും യാത്ര ചെയ്യാൻ പറ്റാഞ്ഞത്. കഴിഞ്ഞ ദിവസം ചിക്കാഗോയിൽ ഞാൻ ഈ യെല്ലോ ടാക്സിയിൽ യാത്ര ചെയ്യണമെന്ന് ജോബി ചേട്ടനോട് പറഞ്ഞ് നിർത്തിയുള്ളൂ. അടുത്ത പ്രാവശ്യം ചിക്കാഗോ പോകുമ്പോൾ നമ്മുടെ കപ്പിത്താൻ എടുക്കുന്നതിന് മുമ്പ് ഈ മഞ്ഞ ടാക്സിയിലൊക്കെ ഒന്ന് യാത്ര ചെയ്യണം. അമേരിക്കയിലെ എല്ലാ സിറ്റികളിലും ഇല്ലെങ്കിലും ഒരുമാതിരിപ്പെട്ട വലിയ മെട്രോ സിറ്റികളിലൊക്കെ ഈ യെല്ലോ ടാക്സി നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇതിലൊക്കെ ഇരുന്ന് യാത്ര ചെയ്യുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടനൊക്കെ ഈ ഒരു സ്വപ്നത്തിൻ്റെ ഒരു ഭാഗം കേട്ടോ. നമ്മൾ അക്കരെ സിനിമ ഒക്കെ കണ്ടിട്ടുണ്ട്, നമ്മൾ ഇതിനോടുള്ള ഫാൻ ബേസ് കൂടിയതും അല്ലെങ്കിൽ അമേരിക്ക എന്നൊക്കെ വന്ന് കാണണമെന്നൊരു ആഗ്രഹം തോന്നിച്ചൊക്കെ ലാലേട്ടനൊക്കെ ഉണ്ട്. ലാലേട്ടനും ശ്രീനിവാസനൊക്കെയാണ് നമുക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹമൊക്കെ ചലിപ്പിച്ച്. നിങ്ങൾക്കും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. പല ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടാവും. ഉള്ള ആൾക്കാരൊന്നും അടിയിൽ കമൻറ്റ് ചെയ്തോളൂ. അങ്ങനെ ഈ മഞ്ഞ ടാക്സികളൊക്കെ വന്നും പോയി അറിഞ്ഞും പറഞ്ഞൊക്കെ പോകുന്നുണ്ട്. ആ നേരത്തെ നമ്മുടെ ജോബി ചേട്ടൻ എൻട്രി ചെയ്തു. അപ്പോൾ ജോബി ചേട്ടൻ്റെ കൂടെയാണ് നമ്മളിനി അടുത്ത 24 മണിക്കൂർ. ജോബി ചേട്ടൻ ഇവിടെ ബിസിനസ് ചെയ്യാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോൾ വിളിച്ചാലും വരാനും പോകാനൊക്കെ പുള്ളിക്കാരൻ നല്ല സൗകര്യമുണ്ട്. ശരിക്കും അമേരിക്കയിൽ വരുമ്പോഴൊരു ഗുണം അതാണ്. അമേരിക്കയിൽ ഒരുവിധം നമ്മുടെ മലയാളികളൊക്കെ നല്ല ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് എനി ടൈം എല്ലാവരും അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഒപ്പം ജോലിക്കാരും അതേപോലെ ഉണ്ട് കേട്ടോ. അത് വേറെ കാര്യം. നമ്മൾ ഫ്ലോറിഡനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണില്ല, കാരണം നമ്മൾ എല്ലാ സ്റ്റേറ്റുകളും അമേരിക്കയുടെ 48 സ്റ്റേറ്റും വണ്ടി ഓടിക്കേണ്ട ഭാഗമായിട്ട് നമ്മൾ ഫ്ലോറിഡയിലേക്ക് വരാനുണ്ട്. നമ്മൾ 22 സ്റ്റേറ്റോളം നമ്മൾ കഴിഞ്ഞു. നമുക്കിനി 26 സ്റ്റേറ്റും കൂടി ഉണ്ട്. നമ്മുടെ എത്രയോ നാൾ മുമ്പത്തെ ആഗ്രഹമാണ് എല്ലാ സ്റ്റേറ്റുകളും വണ്ടി ഓടിക്കണം, അതും ഓവർലാൻഡ് ചെയ്യണമെന്ന്. അപ്പോൾ അതൊക്കെ ശരിക്കും യാഥാർത്ഥ്യമാവാനായിട്ട് ഇനി അധികം നാളുകളില്ല. നമ്മൾ അടുത്ത മാസമാണ് നമ്മുടെ ലാസ്റ്റ് ലാപ്പായിട്ടുള്ള 26 സ്റ്റേറ്റുകൾ അടിക്കാൻ പോണത്. നമ്മുടെ കപ്പിത്താൻ ചിക്കാഗോയിൽ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ലാപ്പ് 2 അടിക്കാനായിട്ട്. ഈ ഒരു ലാപ്പ് 2 ആണ് ഏറ്റവും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള യാത്ര. ചിക്കാഗോയിൽ നിന്ന് തുടങ്ങി ന്യൂയോർക്കും ഫ്ലോറിഡയും ടെക്സസിലേക്ക് തിരിച്ചെത്തണ യാത്രയാണത്. അതിലേക്ക് എല്ലാവരും എക്സൈറ്റ്മെൻ്റ് ആയിട്ടിരിക്കുക. നമ്മൾ അടുത്ത മാസം തിരിച്ചു വന്ന് ആ ലാപ്പ് അവസാനിപ്പിക്കുന്നതായിരിക്കും. കുറച്ച് നാൾ വഴുകി നമ്മുടെ യാത്ര തുടങ്ങാനായിട്ട്. അതിനിടയ്ക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടന്നു. അതൊക്കെ നമുക്ക് വഴിയെ പറയാം. അങ്ങനെ നമ്മൾ ജോബി ചേട്ടൻ്റെ വീട്ടിലെത്തി. ജോബി ചേട്ടൻ പറഞ്ഞു, നല്ല ചാളയുണ്ട് സാൻഡപ്പ, നമുക്ക് ചാള വറുത്തിട്ട് കുത്തിരിച്ചോറ് കൂട്ടി ഡിന്നർ കഴിക്കാം. ഇന്ന് എൻ്റെ വക കുക്കിങ്ങാന്ന് പറഞ്ഞ് ജോബി ചേട്ടൻ സൈഡിൽ നിന്ന് കുക്കിംഗ് തുടങ്ങി. അതിനിടയ്ക്ക് ചേച്ചി നൈസായിട്ട് വർക്ക് ചെയ്യണ ചേച്ചി നമ്മൾ ചെന്ന വഴിക്ക് ഡ്യൂട്ടിക്ക് പോണ സമയമായിരുന്നു. അപ്പോൾ ചേച്ചി അതിനിടയ്ക്ക് ഡ്യൂട്ടിക്ക് പോയി. ഒപ്പം മകനും പരിചയപ്പെട്ടു. ജോബി ചേട്ടൻ ഒരുപാട് നാളുകളായിട്ട് അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങളായിട്ട് അമേരിക്കയിലുണ്ട് അല്ലെങ്കിൽ ഫ്ലോറിഡയിലുണ്ട്. നമ്മളിനി അവിടെ കപ്പിത്താനും കൊണ്ട് വരുമ്പോൾ ജോബി ചേട്ടൻ്റെ അടുത്തേക്ക് നമ്മൾ വീണ്ടും വരും. കൂടുതൽ വിശേഷങ്ങളും ഫ്ലോറിഡ വിശേഷങ്ങളും ഒക്കെ നമുക്ക് പറയാനുണ്ട്. അങ്ങനെ രാവിലെ ജോബി ചേട്ടൻ നമ്മളെ എയർപോർട്ടിൽ കൊണ്ടുവന്നാക്കി. നമ്മുടെ അടുത്ത സ്വപ്ന രാജ്യമായിട്ടുള്ള സെൻറ്റ് ലൂസിയയിലേക്കുള്ള യാത്ര തുടങ്ങുന്നത്. നമ്മുടെ 66ാമത്തെ രാജ്യം. എന്നത്തെയും പോലെ കരീബിയൻ രാജ്യങ്ങളിലേക്ക് പോകുമ്പോഴുള്ള എല്ലാ എക്സൈറ്റ്മെൻറ്റും എല്ലാ വിഷ്വലും പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഫ്ലൈറ്റ് കയറി. നമസ്കാരം. നിങ്ങളെ ആഫ്രിക്കയിലേക്കും സൗത്ത് അമേരിക്കയിലേക്കും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണോ? അങ്ങനെയാണെങ്കിലേ ഗ്രീൻ ബുക്ക് എക്സ്പെഡിഷൻ്റെ കൂടെ യാത്ര ചെയ്താലോ? മെഗാ സൗത്ത് അമേരിക്കൻ സാഗ ഈ ഏപ്രിൽ മാസത്തിലും മെയ് മാസത്തിലും ഓഗസ്റ്റ് മാസത്തിലും നടക്കുന്നുണ്ട്. അപ്പോൾ വളരെ ചെറിയ ഗ്രൂപ്പുകൾ മാത്രം നമ്മൾ അറ്റൻഡ് ചെയ്യണത്. 10-12 പേരുള്ള ചെറിയ ഗ്രൂപ്പുകളാണ് യാത്ര ചെയ്യണത്. ലോകത്തിലെ 2 മെയിൻ വണ്ടേഴ്സും 3 നാച്ചുറൽ വണ്ടർ അടങ്ങിയിട്ടുള്ള യാത്രയാണ്. മാച്ചു പിച്ചും ആമസോൺ റെയിൻ ഫോറസ്റ്റും ക്രൈസ്റ്റ് റെഡീമറും ഇഗ്വാസ് വാട്ടർഫോളൊക്കെ അടങ്ങിയ പെറു, ബ്രസീൽ, പാരഗ്വേ, അർജന്റീന, ചിലെ എന്ന രാജ്യങ്ങളിലാണ് നമ്മൾ ടൂർ അറേഞ്ച് ചെയ്യുന്നത്. ഒപ്പം തന്നെ ജൂൺ ജൂലൈ മാസങ്ങളിൽ ആഫ്രിക്കൻ യാത്രയും കൂടി ഉണ്ട്. അതിൽ സൗത്ത് ആഫ്രിക്ക, ബോട്സ്വാന, സിംബാബ്വെ, സാംബിയ എന്ന രാജ്യങ്ങളിലൂടെയുള്ള യാത്രയാണ്. അതും നാച്ചുറൽ വണ്ടേഴ്സ് അടങ്ങിയ യാത്രയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ആഫ്രിക്കൻ യാത്രയും നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ആഫ്രിക്കയിലും സൗത്ത് അമേരിക്കയിലാണ്.
അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ കൂടെ എൻ്റെ കൂടെ യാത്ര ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം വിത്ത് ഗ്രീൻ ബുക്ക് എക്സ്പെഡീഷൻസ്. നമ്മൾ കരീബിയയിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മളെ ഏറ്റവും എക്സൈറ്റ്മെൻ്റ് ആക്കണത് ഇവിടുത്തെ ആകാശ ദൃശ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വിൻഡോ സീറ്റ് ചോദിച്ച് വാങ്ങിയിട്ടാണ്. നിങ്ങൾ ഏത് രാജ്യത്ത് വിൻഡോ സീറ്റിൽ വന്ന് ഇറങ്ങിയില്ലെങ്കിലും കരീബിയൻ ഐലൻഡുകളിൽ ഏതെങ്കിലും രാജ്യങ്ങളിൽ പോകുമ്പോൾ വിൻഡോ സീറ്റിൽ തന്നെ ഇരുന്നോളൂ. അത് നിങ്ങൾക്ക് തരുന്ന ഒരു എനർജി അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് തരുന്ന ഒരു കാഴ്ച വേറൊരു റേഞ്ചിലാണ് ഉണ്ടാവും. ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കാഴ്ച അനുഭവമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ടർക്സ് ആൻഡ് കായ്ക്കോസിൽ പോകുമ്പോൾ കണ്ട കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഇതുവരെ അങ്ങനത്തെ ഒരു കാഴ്ച എൻ്റെ കണ്ണുകൊണ്ട് കാണാത്ത കാഴ്ചകളൊക്കെയാണ് നമ്മൾ അന്ന് കണ്ടത്. ടർക്സ് ആൻഡ് കായ്ക്കോസിനെ പറ്റി പറയുമ്പോൾ നമുക്ക് 100 നാവാണ് കേട്ടോ. അമ്മാരത്തെ വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു നമുക്ക് ടർക്സ് ആൻഡ് കായ്ക്കോസ് തന്നത്. അങ്ങനെ നമ്മുടെ അടുത്ത രാജ്യം ലക്ഷ്യമാക്കിയിട്ടുള്ള യാത്ര നമ്മൾ തുടങ്ങി. അങ്ങനെ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും നമ്മുടെ അടുത്ത രാജ്യത്തേക്കുള്ള ലാൻഡിങ് ആയി. എന്നത്തെയും പോലെ ആ ആകാശ ദൃശ്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ നമ്മുടെ 66ാമത്തെ രാജ്യത്തേക്ക് കാലുകുത്താനായിട്ട് പോവാം. ഈ ഓരോ രാജ്യങ്ങളുടെ എണ്ണം പറയുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടാവുന്ന ഒരു സന്തോഷം, ഒരുപക്ഷെ എൻ്റെ കൂടെ ആദ്യം മുതൽ തുടക്കം മുതലുള്ള ആൾക്കാർക്കൊക്കെ ആ ഒരു ജേണിനെ പറ്റിയിട്ട് അറിയാം. ആ ഒരു സന്തോഷം ഭയങ്കരമാണ്. നിങ്ങളാണ് നമ്മളൊക്കെ ഇങ്ങനെ കാണിക്കാനും നിങ്ങളാണ് നമ്മളിങ്ങനെ യാത്ര ചെയ്യിപ്പിക്കണതൊക്കെ. അപ്പോൾ എല്ലാവർക്കും പ്രത്യേകം നന്ദിയുണ്ട്. നമ്മുടെ 66ാമത്തെ രാജ്യത്തേക്ക് നമ്മൾ പതുക്കെ ലാൻഡ് ചെയ്തിരിക്കണം. ഇവിടെയും നമ്മളെ സ്വീകരിക്കുന്നത് വേറെ ആൾക്കാരൊന്നുമല്ല, നമ്മുടെ മലയാളികൾ തന്നെയാണ്. എന്തായാലും നമ്മൾ സെന്റ് ലൂസിയയിൽ കാലുകുത്തിരിക്കുന്ന സുഹൃത്തുക്കളെ നമ്മുടെ 66ാമത്തെ രാജ്യത്തേക്ക് നമ്മളെത്തി. എത്ര നാളായിട്ടൊരു ആഗ്രഹം എന്നറിയോ കരീബിയൻ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ള കാര്യം. അത് ഇന്ന് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കണോ. അപ്പോൾ നമ്മൾ നമ്മുടെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തി. ഇവിടെ വന്നപ്പോൾ വേറെ രസത്തിനാണെന്നറിയോ, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയ വഴിക്കുണ്ടല്ലോ ഒരാൾ പിക്കപ്പ് ചെയ്തിട്ടില്ലേ, എമിഗ്രേഷനിലേക്ക് പോലെ എത്താണ്ട് അതിന് മുമ്പ് നമ്മൾ വേറെ എമിഗ്രേഷൻ ഓഫീസിൽ കൊണ്ടുപോയിട്ട് വിസ അടുപ്പിക്കണം. ആ ആളൊരു മലയാളിയാണെങ്കിൽ നമ്മൾ വിശ്വസിക്കുമോ? അതെ, ഇവിടുത്തെ നമ്മുടെ സിബിച്ചനാണ്. സിബിച്ചൻ നമ്മുടെ ഒരു ഹാർഡ് കോർ സബ്സ്ക്രൈബറാണ്. അപ്പോൾ സിബിച്ചനാണ് നമ്മളിവിടെ ഹയർ ചെയ്യണതും. അപ്പോൾ സിബിച്ചൻ ഇവിടെ വന്നപ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി വന്ന വഴിക്ക് ഒരാൾ മുമ്പിൽ നിൽക്കണം. അപ്പോൾ ആൾ ഇപ്പോൾ ഉള്ളിൽ പോയിട്ട് കസ്റ്റംസിൽ എന്തോ സംഭവം ക്ലിയർ ചെയ്യാൻ വേണ്ടി പോയിരിക്കണം. നമ്മൾ വന്ന എയർപോർട്ടിൽ ഫ്ലൈറ്റ് ഇറങ്ങിയ വഴിക്ക് പുള്ളിക്കാരൻ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കണോ. അത്ഭുതമായിട്ടൊക്കെ തോന്നിയിട്ടാ. നമുക്ക് $50 ഇവിടെ ഓൺ അറൈവൽ വിസയ്ക്ക് നമുക്ക് ചിലവായതിട്ടാ. നമ്മുടെ അമേരിക്കൻ വിസയിലാണ് ഇവിടെ വന്നത്. നമുക്ക് $50 ആണ് സെന്റ് ലൂസിയയിൽ നമുക്ക് എക്സ്പെൻസ് വന്നത്. അപ്പം $50 നമ്മൾ പേയ്മെന്റ് ചെയ്തു. ഒരു പേജ് മൊത്തം ഒരു സീൽ അടിച്ചു. അത് മാത്രം അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പേജുകൾ കുറവല്ലേ. ജംബോ പാസ്പോർട്ട് ആണെങ്കിലും പേജുകൾ കുറവാണ്. അപ്പോൾ എന്തായാലും സിബിച്ചൻ വരുന്നവർ വെയിറ്റ് ചെയ്യാം. എന്തായാലും സെന്റ് ലൂസിയയിൽ നമ്മൾ പൊരിക്കും. ആകെ ഒരു 2-3 ദിവസം ഉണ്ടാവുള്ളൂ. നമ്മളത് കഴിഞ്ഞിട്ട് വേറെ രാജ്യത്തേക്ക് പോകും. അപ്പോൾ ആ 2 ദിവസം ചെറിയ റെയിലിൻ്റെ 43 കിലോമീറ്റർ നീളവും 23 കിലോമീറ്റർ വീതിയുള്ള ഈ ഒരു രാജ്യം നമ്മൾ 2 ദിവസം കൊണ്ട് അടിക്കണേ. 2 ദിവസം കൊണ്ട് മാക്സിമം അടിച്ച് മാക്സിമം വിഷ്വൽസും അവിടുത്തെ ഇൻഫോർമേഷനും ഒക്കെ നിങ്ങൾക്ക് തരാം. സെന്റ് ലൂസിയയിലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ, സെന്റ് ലൂസിയയിലെ നഴ്സുമാർക്ക് ജോലി ഉണ്ടോ, സെന്റ് ലൂസിയയിൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ പുലിലാവ് വരുന്നുണ്ടോ. പുലി ഭയങ്കര പരിപാടിയാണ്. കരീബിയൻ ഇതെങ്ങനെ യാമാൻ ജമൈക്കാണല്ലോ. ഇതെങ്ങനെയാ അവിടെ ഈ ഫ്ലൈറ്റിന്റെ അവിടേക്ക് എത്തണത് എങ്ങനെയാ? സാധാരണ ഞാൻ ഫ്ലൈറ്റിന്റെ അടുത്ത് പോയാ റിസീവ് ചെയ്യുന്നത്. ഇത് പിന്നെ അത്രയും വെയിലായോണ്ട് വെയിലായോണ്ട് എ സി കാത്തുന്നത് ഇവിടെ അങ്ങനെയൊക്കെ പറ്റില്ലേ? ഇവിടെ പറ്റും. നമ്മൾ ജീവിക്കുന്ന നാടല്ലേ. അപ്പൊ നമ്മുടെ പരിചയക്കാരും ഒക്കെ ഇവര് അപ്പൊ നമുക്ക് അവിടെ എൻട്രി ഉണ്ട് വിളിക്കില്ല. അല്ല അങ്ങനല്ല, അതിനൊരു പ്രോസസ് ഉണ്ട്. ഒരു പിന്നെ സ്ലാസ് ഫണ്ട് പറഞ്ഞ ഇതിന്റെ ഏജൻസി ഉണ്ട്. ഏജൻസി പോയി നമ്മൾ ഐ ഡി കാർഡ് കൊടുക്കണം. എന്നെ ഒരുപാട് വർഷം കൊണ്ട് ഇവർക്ക് അറിയാവുന്ന ആദ്യമായിട്ടാണ് നമുക്ക് എമിഗ്രേഷന് മുമ്പ് ഒരാളെ നമ്മൾ വിളിച്ചു കൊണ്ടുപോയിട്ട് അവിടെ വെച്ചടിപ്പിക്കട്ടാ. താങ്ക് യു. പേര് പോയി നമ്മള്. അപ്പൊ നമുക്ക് പോവല്ലേ? ഓക്കെ. നമ്മള് ചെറിയൊരു എയർപോർട്ടാണ്, കുഞ്ഞൊരു എയർപോർട്ട് നമ്മൾ കാണുന്നത്. നമ്മളെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയ വഴിക്കുണ്ടല്ലോ നമ്മൾ ആഫ്രിക്കയിലെ കണ്ട കലാഭാഷ ഉണ്ടായി. ഇതാണോ ആഫ്രിക്കട്ടാ എന്ന് പറയാൻ പറ്റില്ലടാ, കരീബിയൻ ടാ. ഇവിടെ വന്ന വഴിക്ക് കലാഭാഷ ഉണ്ട്. നമ്മൾ തുടക്കം തന്നെ
ഒരു കായ്മരം കണ്ടിട്ടാടാ. നമ്മള് ആഫ്രിക്കയിൽ യാത്ര ചെയ്തപ്പോ ഇതുകൊണ്ട് അവര് ഭക്ഷണം കഴിക്കണോ, അവര് സാധനങ്ങൾ ഇട്ട് വയ്ക്കണതു നമ്മള് നാട്ടില് കഞ്ഞി കുടിക്കുന്ന പോലെയാ. കലാഭാഷയിൽ നമ്മള് ആഫ്രിക്കയിലൊക്കെ പോയപ്പോ ഈ പാത്രത്തിലാണ് അവർ ഭക്ഷണം കഴിക്കുന്നതാ. നമുക്ക് പോകും. ഇവിടെ പക്ഷെ അങ്ങനെ ഇല്ല. ഇവിടെ ഒരു ഈ ചെടി മാത്രമേ ഉള്ളൂ. ഇവിടെ ആരും അങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് അല്ല, അല്ലെങ്കിൽ അത് ആ പാത്രം ഉപയോഗിക്കലൊന്നുമില്ല. ഇവിടെ തിരിച്ചറിഞ്ഞത് കുറെ കാര്യങ്ങൾ ചോദിക്കാണ്ട്, കാര്യങ്ങൾ അറിയാണ്ട് നമുക്ക്. ഇത് ഞാൻ കുറെ കാര്യം ജനറൽ നോളജ് കുറിച്ച് പഠിച്ചു വെക്കണമല്ലോ. ഇവിടെ റൈറ്റ് ഹാൻഡ് ഡ്രൈവാ അതോ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവാ? ബ്രിട്ടീഷ് കോളനി ആയിരുന്നു. അത് ഫ്രഞ്ചും ഭരിച്ചിട്ടുള്ള കാരണം രണ്ടും ഉണ്ടോ വണ്ടികളും? കൾച്ചർ വൈസ് രണ്ടും ഉണ്ടെങ്കിലും ഈ റോഡ്, ട്രാഫിക്, എഡ്യൂക്കേഷൻ സിസ്റ്റം അതെല്ലാം കൂടുതൽ ബ്രിട്ടീഷ്. കാരണം അവസാനം ബ്രിട്ടീഷായിരുന്നു. ഈ ഒരു രാജ്യത്തിനുള്ള പ്രത്യേകത എന്ന് വെച്ചാലേ 6 തവണ ഫ്രഞ്ച് ഈ രാജ്യം ഭരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഐലൻഡ് ഭരിച്ചിട്ടുണ്ട്. അതുപോലെ 6 തവണ ബ്രിട്ടീഷുകാരും ഭരിച്ചിട്ടുണ്ടാ. 1814 കാലഘട്ടത്തില് ബ്രിട്ടീഷുകാർ അവസാനമായിട്ട് ഇത് ഏറ്റെടുത്തു, അല്ലെങ്കിൽ ഫ്രഞ്ചുകാരിൽ നിന്ന് ഈ രാജ്യത്തിന്റെ എല്ലാ ആധിപത്യവും ബ്രിട്ടീഷുകാർ ഏറ്റെടുത്തു. അപ്പൊ അതുകൊണ്ട് ഇവിടെ റൈറ്റ് ഹാൻഡ് ഡ്രൈവ് തന്നെയാണോ നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ. അപ്പൊ നമുക്കിപ്പോൾ അതൊക്കെ വണ്ടിയിലേക്ക് മൂവ് ചെയ്യട്ടോ. നമ്മള് ജമൈക്കയിലെ കണ്ട പോലെ തന്നെ ഇവിടെ ജപ്പാനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന വണ്ടികൾ ഒരുപാടുണ്ട് കേട്ടോ. ജപ്പാൻ വണ്ടികൾ നമ്മൾ ആഫ്രിക്കയിൽ കണ്ട പോലെ തന്നെ ഇവിടെയും കരീബിയനിൽ നമ്മളെല്ലായിടത്തും കണ്ടു. ബഹാമസിലും കണ്ടു കേട്ടോ. നമ്മളിപ്പോൾ വണ്ടിയിലേക്ക് എത്തിയിട്ടാ. വണ്ടി എത്തിയപ്പോൾ ഇവിടെ എയർപോർട്ടിൽ തന്നെ കാർ വാഷിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു സംഭവം കണ്ടു. ഡോർ തുറക്കാൻ പോയപ്പോൾ കണ്ടോ, ഞാൻ കാണിച്ചിട്ട് ടൂം മേനെ പ്യാർ കിയ സിബി. ഭയങ്കര ഇതാര ഐഡിയ ഈ സാധനം വൈഫിനാണ് ചേഞ്ച് ചെയ്യണത് ഏട്ടാ. മെയിൻ ഞാൻ വായിക്കണ്ട മേനെ പ്യാർ കിയ ഏട്ടാ. ചിന്തിക്കാൻ പറ്റുമോ? അപ്പോൾ നമുക്കിനി സെൻറ്റ് ലൂസിയൻ കാഴ്ചകളിലേക്ക്